അങ്ങനെ കേസ് നമ്മുടെ i7 ചെറുക്കൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞെന്നും പറഞ്ഞ് അവിടുന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ്. ഇത്രയും ദിവസം നമ്മുടെ വണ്ടി വർക്കിന് കൊടുത്തോണ്ടായിരുന്നു ഞാൻ ഈ ഒരു ഫ്ലാറ്റ് വിട്ട് പോകാണ്ടിരുന്നത്. ഞാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ ക്രിസും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അവൻ ഇപ്പം എവിടെ പോയെന്നായിരിക്കും നിങ്ങളിപ്പം കറണ്ട്ലി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ കേസ് ഒരു സാധനം എടുക്കാനായിട്ട് പോയേക്കുവാണ്. വേറൊന്നുമല്ല, ഒരു കാർ എടുക്കാനായിട്ട് പോയിരിക്കുകയാണ്. അതിനവൻ സിറ്റി 2 വരെ പോയി അവൻ്റെ വീട്ടിൽ ചെന്നിട്ടാണ് കേട്ടോ ആ ഒരു കാറും എടുത്തുകൊണ്ട് വരുന്നത്. നമ്മുടെ കയ്യിൽ ഇവിടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനായിട്ട് കാറൊന്നും ഇല്ല. അവനെന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് എത്തും. നമ്മുടെ ഇവിടെ നിന്ന് വലിയ ദൂരമൊന്നും ഇല്ല നമ്മുടെ കാറ് വർക്കിന് കൊടുത്ത സ്ഥലത്തോട്ട്. പിന്നെ എന്തിനാണ് അവനെ ഇത്രയും ദൂരം പറഞ്ഞു വിട്ട് കാർ എടുക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ അതേ പുറത്തേക്ക് നോക്കി കഴിയുമ്പോൾ രാത്രിയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുമാത്രമല്ല, കുറേ മച്ചാന്മാരൊക്കെ ദണ്ട് വെളിയിലും വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ എന്താണ്, ചെറിയ പരിപാടിയൊന്നുമല്ല ഗൈസ്, കുറച്ച് വലിയ പരിപാടിയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ വണ്ടി കൊണ്ടു കൊടുത്തപ്പം വിചാരിച്ചത് വണ്ടിയുടെ വർക്കൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് നമുക്ക് പോയി എടുക്കാവുന്നതാണ്. പക്ഷേ ഗൈസ്, അവരെനിക്കൊരു ഗ്രാൻഡ് ഡെലിവറിയാണ് ചെയ്ത് തരാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു കുറച്ച് ആൾക്കാരെയൊക്കെ വിളിക്കുവാണെങ്കിൽ സെറ്റ് ആയിരിക്കും എന്ന്. അപ്പം ഞാൻ എൻ്റെ പരിചയമുള്ള എല്ലാ മച്ചാന്മാരെ എന്താണ്ട് വിളിച്ചിട്ടുണ്ട്. എന്താണ് ഗ്രാൻഡ് പരിപാടിയാണ് നടക്കാൻ പോകുന്നത്? അതേടാ, മാക്സിമം ഗ്രാൻഡ് ആക്കാൻ നോക്കുന്നുണ്ട്. എത്ര ഗ്രാൻഡ് ആകുമെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ക്രിസ് ബ്രോ എന്തിയെ കാണുന്നില്ലല്ലോ. അവനിപ്പോൾ ഒരുപാട് ഒരു 10 മിനിറ്റ് ഞാനവിടെ ചെല്ലാന്ന് പറഞ്ഞ സമയമാണെങ്കിൽ ഏകദേശം അടുക്കാറായിട്ടുണ്ട്. നമ്മുടെ ക്രിസിനെ ആണെങ്കിൽ ഇവിടെ കാണുന്നുമില്ല. ഒക്കെ ഇതേണ്ട അവൻ വന്നിട്ടുണ്ട് കേട്ടോ. ചെറുക്കൻ എന്തായാലും കറക്റ്റ് ടൈമിൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവൻ്റെ ബെൻസും എടുത്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ഈ ഫ്ലാറ്റിൽ കേസ് ഞാൻ ആകെ യൂസ് ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഫസ്റ്റ് കാറില്ലേ, ഞാൻ ആദ്യം എടുത്തൊരു കാർ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആ കാറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം മൈലേജ്, നല്ല മൈലേജാണ് കേട്ടോ ഒരു വണ്ടിക്ക്. അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്തിന് ഈ ഒരു വണ്ടി എടുത്തെന്ന് ചോദിച്ചു കഴിയുവാണെങ്കിൽ, നമ്മൾ പോകുമ്പം കുറച്ച് ലക്ഷറി ആയിട്ട് പോകണ്ടേ, അതിന് വേണ്ടിയാണ് അവൻ്റെ കയ്യിൽ നിന്ന് ബെൻസ് എടുത്തുകൊണ്ട് വന്നത്. ഞങ്ങളെന്തായാലും എന്താണ് പെതി ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാനായിട്ട് പോകുവാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, ഒത്തിരി ദൂരമൊന്നുമില്ല, ഒരു 2 കിലോമീറ്റർ പോലും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വണ്ടി കൈ കിട്ടിക്കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അടിപൊളി വെറൈറ്റി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. കുറേ മച്ചന്മാർ വന്നിട്ടുണ്ട് കേട്ടോ, അതും അടിപൊളി കാറിലൊക്കെയാണ് വന്നിരിക്കുന്നത്. എല്ലാ കാറും ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ആദ്യം നമ്മുടെ വണ്ടി ഒന്ന് എടുക്കുക, അതിന് ശേഷം ബാക്കി കാര്യങ്ങളെ. അപ്പോൾ ആ ഒരു സ്റ്റേജോ അല്ലെങ്കിൽ ആ ഒരു ഡെലിവറി ചെയ്യുന്ന സ്ഥലങ്ങളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ കാണാനായിട്ട് പോവുകയാണ്. ഇവിടുന്ന് റൈറ്റ് കയറിയാൽ മതി കേട്ടോ. അവരൊക്കെ നേരെ പോകുന്നു. അതെന്താണ്, ഓക്കെ, ഇവിടുന്ന് ഇനി നമുക്ക് എങ്ങനെ പോകണ്ടേ, കറങ്ങിയങ്ങ. ഓ എൻ്റെ പൊന്നു, സോറി ക്രിസേ, രാത്രി ആയതുകൊണ്ട് കണ്ടില്ലടാ, ക്ഷമിക്കടാ നീ ഒന്ന്. എന്നോട് അവരൊരു ഫുഡ് കോർട്ട് പോലത്തെ ഒരു സ്ഥലത്തിന്റെ നടുക്കായിട്ടാണെന്നാ പറഞ്ഞത്. നേരെ കാണുന്നതാണോ? അവിടെ എന്തോ ലൈറ്റോ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അവിടെ തന്നെ. ആ ശരിയാടാ, അവിടെ തന്നെ. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ വണ്ടി ഇട്ടേക്കാം അല്ലേ. എന്താണ്ട് ഇവിടെ പാർക്കിംഗ് ചെയ്യാനുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ എല്ലാവരും ഇവിടെ കൊണ്ടിടുവാണെങ്കിൽ സെറ്റ്. എല്ലാവരും എന്താ കേസ് ഇവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെതിയ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നേ ഉള്ളൂ, എല്ലാവരും ഒന്നും എത്തിയിട്ടില്ല. അപ്പം നമുക്ക് പെതി അങ്ങോട്ട് അകത്തേക്ക് പോയാൽ ഇത് മൊത്തത്തിൽ ഗ്രാൻഡ് പരിപാടിയാണെന്ന് തോന്നുന്നു കേട്ടോ. അതന്നെ, അങ്ങനെ തോന്നാ. നീ അകത്ത് കണ്ടില്ലല്ലോ. അകത്ത് കാണേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് പുറമേ കണ്ടാലേ എല്ലാം മനസ്സിലാവും. ഏത് ഓ, നീ ചളി അടിച്ചായിരുന്നോ? എന്നാ വാ പോയാ. ഇവിടെ തന്നെ ഫുഡ് കഴിക്കേണ്ടവർക്ക് അവിടെ ഒന്ന് ഫുഡും കഴിക്കാം. നമ്മുടെ വണ്ടി, എൻ്റെ പൊന്നോ ഗൈസ്, ദേ ഇവിടെ മൊത്തത്തിൽ അങ്ങ് പൂത്തിരിയൊക്കെ ഇട്ട് അങ്ങ് കത്തിച്ചിരിക്കുകയാണ് കേട്ടോ. മറ്റേ റെഡ് മാറ്റൊക്കെ വിരിച്ച് മൊത്തം ലൈറ്റൊക്കെ ഇട്ട് ഏതാ വൈബ്. എൻ്റെ മോനെ കേസ് വേറെ ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ. കുറേ വോളണ്ടിയേഴ്സിനെയും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ദേ നടുക്ക് നമ്മുടെ ചെറുക്കൻ ഒരു രക്ഷയില്ലാത്ത ലുക്കിൽ തന്നെ ഇവിടെ കിടക്കുകയാണ് കേട്ടോ. ദേ ഫുള്ള് ഡുവൽ കളർ ആക്കിയിട്ടുണ്ട്. ഞാൻ ഫുള്ള് വണ്ടി വൈറ്റ് ആക്കി, വേറെ ഫ്രണ്ടിൽ വേറെ കിറ്റ് കയറ്റി. അങ്ങനെ കുറച്ച് ചേഞ്ചസ് ഒക്കെയാണ് നമ്മുടെ വണ്ടിയിൽ വരുത്തിയിട്ടുള്ളത്. വണ്ടി എന്തായാലും ഇപ്പോൾ ഒരു ക്ലാസ് ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ അങ്ങ് കത്തുവാണല്ലോ, വേറെ ലെവല് കേട്ടോ. ഇവര് ശരിക്കും ഡെലിവറിക്ക് എന്നെ ഇത്ര ഞെട്ടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എന്തായാലും ഞാൻ ശരിക്കും ഷോക്കായി, വേറെ ലെവലായിട്ട്. എടാ, നമ്മൾ ഇവിടുന്ന് വണ്ടി ഇറക്കുമ്പോ ഇല്ലേ, ഈ ഒരു പൂത്തിന് നമ്മുടെ വണ്ടിയുടെ പെയിന്റ് വീണ് കഴിഞ്ഞാ അത് പെയിന്റിന് കേടാവോ? അതൊന്നും ഒരു സീനല്ലടാ. സീനായിരുന്നെങ്കിൽ അവരത് ചെയ്യത്തില്ലല്ലോ. പിന്നെ ഞാൻ വണ്ടി ഇറക്കിക്കൊണ്ട് വന്നോട്ടെ, എന്താ അഭിപ്രായം? അതിനെന്താ, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ഇറക്കിക്കോ, എനിക്കൊരു പ്രശ്നവും ഇല്ല. എന്നാ ഞാൻ ഇറക്കിക്കൊണ്ട് വരുന്നതിന്റെ ഒരു വീഡിയോ ഒക്കെ ഒന്ന് എടുക്കണേ. അതൊക്കെ ഞാൻ സെറ്റ് ആക്കിയേക്കാം, നീ ചെല്ല് മച്ചാനെ. ഇനി എന്തായാലും കേസ് എൻ്റെ ഏത് വണ്ടി വർക്ക് ചെയ്യാനും ഞാൻ ഇവരുടെ കൊടുക്കത്തുള്ളൂ കേട്ടോ. എനിക്ക് വർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, വേറെ ലെവൽ. ഇനി നമ്മുടെ കുറേ പിള്ളേരൊക്കെ കേസ് ഇങ്ങോട്ട് വരാനായിട്ട് കിടക്കുന്നുള്ളൂ. അവരെ ഒന്നും കാണുന്ന പോലും ഇല്ല, എവിടാണോ എന്തോ. അവരെല്ലാം കൂടെ വരുമ്പം അടിപൊളിയായിരിക്കും. എന്തായാലും നൈറ്റ് വെച്ചോണ്ട് കേസ് നല്ല രസമുണ്ട് കേട്ടോ. രാവിലെ ആയിരുന്നെങ്കിൽ ഇത്രയും
ഒരു എഫക്റ്റ് നമുക്ക് കിട്ടത്തില്ലായിരുന്നു. പിന്നെ സൈഡിലോട്ടൊക്കെ നോക്കുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഭയങ്കര ചില്ലായിട്ടൊക്കെ ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ഇവരുടെ സ്റ്റാഫോ അങ്ങനെ വല്ല ആൾക്കാർ വല്ല ആയിരിക്കും കേട്ടോ. എല്ലാവരും ശരിക്കും തന്നെ ഈ ഒരു സ്ഥലം കണ്ട് ഷോക്കായിട്ടിരിക്കുകയാണ്. ഞാനെന്തായാലും ശരിക്കും ഷോക്കായിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ വണ്ടി ഇവിടെ നിന്ന് ഇറക്കുക എന്നുള്ളതാണ്. അതിനുശേഷം എന്തെങ്കിലും വെറൈറ്റി പരിപാടികൾ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. മിക്കവാറും കേസ് എൻ്റെ വീട്ടിലേക്ക് ഞാൻ എല്ലാവരെയും കൊണ്ട് പോകുമായിരിക്കും. അപ്പോൾ ദേ കേസ് നമ്മുടെ ക്രിസ് അവിടെ നിന്ന് വണ്ടി ഇറക്കാനായിട്ട് പോകുവാണ്. അവൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. എൻ്റെ അളിയ കേസ് ഒരു രക്ഷയില്ലാത്ത ലുക്കിൽ ഇതേ നമ്മുടെ ചെറുക്കൻ ഇങ്ങനെ പെതിയെ ഇറങ്ങി വരികയാണ് കേട്ടോ. ഫുള്ള് ലോവർ ചെയ്ത് വണ്ടി. എല്ലാവർക്കും വണ്ടി കേസ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. നമുക്ക് ഈ ഒരു i7-ൽ അങ്ങനെ കണ്ണാപ്പി ലുക്ക് ആക്കാനായിട്ട് പറ്റത്തില്ല. ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് എപ്പോഴും കീപ്പ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇതിപ്പോൾ കേസ് അവസാനം എൻ്റെ സ്വന്തം വണ്ടിക്കകത്ത് എനിക്ക് കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കേട്ടോ. എല്ലാവരും തന്നെ ഇതിൻ്റെ അകത്ത് കയറി ഇരിക്കുകയാണ്. എൻ്റെ പൊന്നോ കേസ് ഫൈനലി ഒന്ന് സ്ഥലം കിട്ടി വണ്ടിക്കകത്ത്. എടാ അപ്പം അതൊക്കെ ഇതുവഴി ഇറക്കേണ്ടത് വഴിയൊന്നും കാണുന്നില്ലല്ലോ. വഴിയൊക്കെ ഉണ്ട്, നീ പെതിയെ ഫ്രണ്ടിലോട്ട് എടുക്കുക, അപ്പം കാണാം. ഇതിന്റെ അകത്ത് ഇവരെങ്ങനെ കൊണ്ട് ഈ i7 കയറ്റിയോ എന്തോ. അവരൊക്കെ സ്കിൽഡ് ആണ് ബ്രോ, അല്ലാണ്ട് നിന്നെ പോലല്ല. ഞാനൊരു സ്കിൽഡ് ഡ്രൈവർ ആണെന്ന് എല്ലാവർക്കും അറിയാം കേട്ടോ. പിന്നെ അതുകൊണ്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ദിത്തിത്താര കളിക്കുന്നത്. അതെനിക്ക് ഐഡിയ കിട്ടാത്തോണ്ടാ, അല്ലാണ്ട് ഞാൻ പ്രൊഫഷണൽ അല്ലാത്തോണ്ടല്ല. ഐഡിയ കിട്ടാത്ത എന്തുകൊണ്ടാ? പ്രൊഫഷണൽ അല്ലാത്തോണ്ട്. ഞാൻ ഇറക്കി, നീ പോടാ ബ്രോ. ഇതൊക്കെ വെറും 2 സെക്കൻഡും കൊണ്ട് ഇറക്കേണ്ട സാധനമാണ്, നീ ഇത്ര നേരം എടുത്തത്. ഇയാളായിരുന്നെങ്കിൽ ഇപ്പൊ ഉണ്ടാക്കിയേനെ. എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട്? ഫ്ലെയിം ഒക്കെ കയറ്റി കണ്ടോ? എന്റെ മോനെ, ഇത് മൊത്തത്തിൽ അങ്ങ് കത്തലാണല്ലോ, നിക്കുന്നില്ലല്ലോ. അതാടാ പവർ, വണ്ടിക്ക് പവർ കൂടിയോ? നേരത്തെ ഓടിച്ചതിനെക്കാട്ടും നന്നായിട്ട് കൂടിയിട്ടുണ്ട് മച്ചാനെ. അവരുടെ ഡെലിവറി ഒക്കെ അടിപൊളി, ഭയങ്കര ഗ്രാൻഡ് ഒക്കെ ആയിരുന്നു. പക്ഷെ വണ്ടിക്കകത്ത് ഒരു തുള്ളി പെട്രോൾ ഇല്ലല്ലോ. അവന്മാര് പെട്രോൾ അടിച്ചില്ല. ഒന്ന് ഫുൾ ടാങ്ക് പെട്രോളും കൂടെ അടിച്ചിട്ട് തരാനുള്ള. ഇപ്പൊ അടിക്കണം കേട്ടോ. ഇത് ഇവിടെ അടുത്തെങ്ങാണോ ഉണ്ടോ? അടുത്തെന്ന് പറഞ്ഞാൽ അപ്പുറത്തോണ്ടുണ്ട്, അവിടെ പോയി അടിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓടിക്കും കേട്ടോ. നീ ഓടിച്ചോ. അല്ല നമ്മളിനി എങ്ങോട്ടാ പോകുന്നത്? നമ്മളിനി നേരെ എന്റെ വീട്ടിലേക്ക് പോവാ. അപ്പൊ പരിപാടി കഴിഞ്ഞില്ലല്ലോ. അപ്പൊ ഇവരും വരും നമ്മുടെ കൂടെ. അത് പൊളിക്കും. എല്ലാരുമായിട്ട് ലോങ് ട്രിപ്പ് വേറെ ലെവൽ. ഇത് ഞാൻ കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്ത സംഭവം, ഇപ്പഴാ നടന്നത്. എടാ പെട്രോൾ അടിക്കണ്ടേ? പെട്രോൾ പമ്പ് എത്താണ്ട് ഞാൻ പിന്നെ മാനത്തുനിന്ന് എടുത്തിട്ട് അടിക്കുവോ? അവിടെ എത്തട്ടെ, നീ കിടന്ന് പിടയ്ക്കാതെ. പെട്രോൾ അടിക്കാനല്ല, എനിക്ക് ഓടിക്കാനുള്ളൊരു ഇത്, അതുകൊണ്ടാ. ഓക്കെ ഗൈസ്, എന്റെ കയ്യിലേക്ക് വേണ്ട വണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് പെതി അങ്ങോട്ട് വിട്ടേക്കാം. ഫുൾ ടാങ്ക് പെട്രോളും എല്ലാം അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ഹൈവേ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ അങ്ങ് കത്തിച്ചു വിടുക. എങ്ങും നിർത്തുന്നില്ല കേട്ടോ. എങ്ങും നിർത്താണ്ട് പോകണമെന്നാണ് പ്ലാൻ. ഇനിയും ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചേഞ്ച് ആകുമോ എന്നറിയത്തില്ല, നമുക്ക് നോക്കാം. അവൻ പറഞ്ഞ പോലെ തന്നെ കേസ് വണ്ടിയുടെ പവർ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അത് മാത്രമല്ല മൈലേജ് അതുപോലെ കുറഞ്ഞിട്ടും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലത്തെ വണ്ടികളൊക്കെ ഓടിക്കുന്ന മൈലേജ് നോക്കിയിട്ടൊന്നും അല്ല, അതൊരു വൈബിനങ്ങ് ഓടിക്കുന്ന. അടുത്തായിട്ട് ആ ഒരു ഫോർഡിൻ്റെ ട്രക്ക് ഉണ്ടല്ലോ, അതെനിക്കൊന്ന് വാങ്ങിക്കണമെന്നുണ്ട്. എന്നിട്ട് എൻ്റേതായിട്ടുള്ള രീതിയിലൊന്ന് മോഡിഫൈ ചെയ്യണം. അത് നമ്മളൊരു പൊളിക്കും കേസ്. എന്തായാലും ആ ഒരു സാധനം കിട്ടാനില്ല, കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് സെറ്റാക്കാം. ഈ ഒരു നൈറ്റിൽ എല്ലാവരുമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് വണ്ടി ഓടിക്കാനായിട്ടൊരു പ്രത്യേക സുഖമാണ്. അതുകൊണ്ട് അവിടെ കുറേ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാനിപ്പോൾ എല്ലാവരും ഒന്ന് വരാൻ വേണ്ടിയാണ് കേട്ടോ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്തത്. അപ്പം നമുക്കിങ്ങനെ അങ്ങ് പോയേക്കാം. അപ്പം വീടെത്തുമ്പോഴത്തേക്കിന് എന്തായാലും ഒരു മണിക്കൂറും കൂടെ കഴിയും. അപ്പോൾ അവിടെ ആയിരിക്കും ഇനി നമ്മുടെ മീറ്റപ്പും കാര്യങ്ങളൊക്കെ. ഞാനവിടെ ഒരു കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു വന്നേക്കുന്ന കേസ് ഒട്ടുമിക്ക ആൾക്കാർ നമ്മുടെ ആ ഒരു വീട് കണ്ടിട്ടുമില്ല കേട്ടോ. അപ്പം അവരൊന്ന് കാണിക്കുകയും കൂടെ ചെയ്യാമല്ലോ. നമ്മൾ വണ്ടി നൈസായിട്ടൊന്ന് ഒതുക്കിയിട്ടുണ്ട്. ക്രിസിന് വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ സൈഡിൽ ഇരുന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അവനായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. ഇതെന്താണ് കേസ്, ഇവിടെ വണ്ടി നിർത്താൻ പാടില്ലാത്തതാണ്, ഞാനങ്ങ് നിർത്തിപ്പോയി. അല്ലെങ്കിൽ ഈ ഒരു നൈറ്റ് ഡ്രൈവ് ഒരു പ്രത്യേക സുഖമല്ലേ? പിന്നല്ല, നൈറ്റിൽ വണ്ടി ഓടിക്കുന്ന വേറെ ലെവലാ. ഇത് കാറിലല്ല പോകേണ്ടത്, ബൈക്കിൽ പോണം. ബൈക്കിൽ വേറെ ലെവലാ. നമുക്കൊരു ബൈക്കൊക്കെ എടുക്കണ്ടേ? ബൈക്ക് എടുക്കണോടാ, എന്നെങ്കിലും എടുക്കും. അതിനുള്ള സമയം ഇപ്പൊ ആയിട്ടില്ല, ആകുമ്പോ നമുക്ക് എടുക്കാം അല്ലേ? അതെ. നിന്റെ അടുത്ത ഡ്രീം കാർ ഏതാ? അതോ, അത് സർപ്രൈസാ, ഇപ്പൊ ഞാൻ പറയുന്നില്ല. പിന്നെ അല്ലേലും നമ്മളോടൊന്നും പറയത്തില്ലല്ലോ. നടക്കട്ടെ. അത് നീ കണ്ട ഞെട്ടും. അങ്ങനത്തെ ഒരു ഐറ്റം ഇറക്കാം. എന്നാ നീ ഞെട്ടുന്ന ഒരു ഐറ്റം ഞാനും ഇറക്കുന്നുണ്ടാ, ഓൺ ദ വേ. അതെന്താന്ന് ഞാൻ പറയുന്നില്ല. അത് മറ്റേ ഫോർഡിന്റെ ട്രക്ക് അല്ലേ? അത് നിനക്കെങ്ങനെ മനസ്സിലായി? എടാ മണ്ട, നീ അല്ലേടാ ഇപ്പൊ ആയിരുന്നു ബ്ലോഗിനകത്ത് പറഞ്ഞ ഫോർഡിന്റെ ട്രക്ക് എടുക്കാൻ പോകുന്നത്. ഞാൻ സൈഡിലല്ലേ ഇരിക്കുന്നേ. ഓ ഷീറ്റ്, അങ്ങനൊരു. എന്നാ ഞാൻ ഫോർഡിന്റെ ട്രക്ക് അല്ല എടുക്കാൻ പോകുന്നത്, വേറൊരു സാധനം ഞാൻ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓടി നേരെ എൻ്റെ വീടിൻ്റെ
അടുത്ത് എൻ്റെ ഇവൻ്റെ വീടിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. എന്നെക്കാട്ടിൽ മുമ്പേ ഏതാണ്ട് കുറേ ആൾക്കാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ നോക്കുമ്പോൾ കുറേ വണ്ടികളൊക്കെ കാണാനായിട്ട് ഈ പറ്റുന്നുണ്ട്. വണ്ടി അങ്ങോട്ട് കയറ്റണം, എൻ്റെ അങ്ങോട്ട് കയറ്റണോ നിന്റെ അങ്ങോട്ട് കയറ്റണം? എൻ്റെ അങ്ങോട്ട് കയറ്റ്. അവിടെ നമുക്ക് പോർച്ചിനകത്ത് ഇടാമല്ലോ വണ്ടി. ബാക്കിലത്തെ പോർച്ച് ഇടണോ ഫ്രണ്ടിലത്തെ പോർച്ച് ഇടണോ? ഫ്രണ്ടിലത്തെ പോർച്ച് ഇടറാ. ഇതെന്താടാ ഇത്ര ചോദിക്കാനായിട്ട്? നമ്മൾ എന്തും ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കുന്നത് നല്ലതാ. ഓക്കെ ഗൈസ്, നമ്മുടെ ചെറുക്കനെ അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ മച്ചന്മാരൊക്കെ ദണ്ട് ഇങ്ങോട്ട് പെതിയെ എത്തുന്നുണ്ട്. ഇനി ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരാനായിട്ട് കിടക്കുന്നേ ഉള്ളൂ കേട്ടോ. വിഷയം കാറുകളിലൊക്കെയാണ് എല്ലാവരും വരുന്നത്. എൻ്റെ മോനെ ഗൈസ്, വീടിൻ്റെ അകമൊക്കെ എങ്ങനെ ഏത് കോലത്തിലാണെന്നൊന്ന് നോക്കട്ടെ. എന്തായാലും വലിയ കുഴപ്പമില്ലാണ്ടാണ് കേട്ടോ കിടക്കുന്നത്. ഞാൻ എന്തായാലും വെൽ പ്ലാൻഡ് ആയിട്ടൊന്നും അല്ല എല്ലാവരും കൂട്ടി ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഇവിടെ പോർച്ചിനകത്തോട്ട് നോക്കുമ്പോൾ ഒരു അടിപൊളി BM ഒക്കെ അവിടെ കിടപ്പുണ്ട്. പിന്നെ അതുകൊണ്ട് ഓരോരുത്തർ ബാക്കിലോട്ടാണ് കേട്ടോ വണ്ടി കൊണ്ടുപോകുന്നത്. ക്രിസിൻ്റെ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു കിടുക്കാച്ചി, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഫോർഡിൻ്റെ ട്രക്ക്, അത് കിടപ്പുണ്ട് കേട്ടോ. എൻ്റെ മോനെ കേസ്, ചെറുക്കൻ്റെ ലുക്ക് നോക്കിയാൽ ഏതാ വൈബ്. അതിനു മുമ്പേ എല്ലാവരും വേണ്ട വണ്ടിയും കൊണ്ട് ബാക്കിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ സ്പേസ് ഫുള്ളായോ ഇല്ലയോ എന്നൊന്ന് ചെന്ന് നോക്കാം. ഇവിടെ എന്തായാലും ഫുള്ളൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പെതിയെ വണ്ടി പാർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. എല്ലാവരും പാർക്ക് ചെയ്യട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. ഞങ്ങളിത് ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. ഇത് എല്ലാവരും പോസൊക്കെ ഇട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എസ്തെറ്റിക് ഫോട്ടോ ആയിരുന്നു എടുത്തോണ്ടിരുന്നത്. അതിൻ്റെ ബാക്കിൽ, വണ്ടിയുടെ ബാക്കിൽ നവൻ വെയിറ്റിംഗ് കൂടെ ആയപ്പം പിന്നൊന്നും പറയാനില്ല, അടിപൊളി സാധനം. എല്ലാവരും മേളിലൊക്കെ പോയി എൻ്റെ റൂമിലൊക്കെ ചില്ലിങ്ങും വൈബിങ്ങും ഒക്കെയാണ്. പിന്നെ കുറേ കാറുകളൊക്കെ ബാക്കിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും കേസ് ഹാപ്പിയാണ്, വൈബാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നെന്തായാലും ഇനി ഉറക്കമോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല കേട്ടോ. എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ ചില്ലിങ്ങും വൈബിങ്ങും ഒക്കെ ആയിരിക്കും. എന്തായാലും അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.